ഹലോ, നിങ്ങൾ പപ്പടം കറി കഴിച്ചിട്ടുണ്ടോ? എന്നാൽ നമുക്കിന്നൊരു പപ്പടം കറി ഉണ്ടാക്കിയാലോ? വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. 3 പപ്പടം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലിട്ടിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും 2 ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും, 1 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളക് അരിഞ്ഞതും, അല്പം കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും കിഴങ്ങും ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അത് ചേർത്ത് കൊടുത്തിട്ട് വേണം ഈ സവാളയും കിഴങ്ങും ഒക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പപ്പടമൊക്കെ കറിയിൽ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്താൽ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.